ശങ്കര, പണിക്കാരെന്ന് എത്ര പേരുണ്ട്? 2 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ആ ടൗണിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയായോ? അതെ, ഇതാണ് ആ ലിസ്റ്റ്. ഫിഷ് റോൾ 200, ഫിഷ് കട്ട്ലറ്റ് 350, ഫിഷ് സമൂസ 200, ഫിഷ് ബ്രെഡ് 100. അപ്പോൾ 200, 350, 6 ഐറ്റം അല്ലേ? ഒരു വണ്ടി വിളിച്ച് വേഗം ആ സാധനങ്ങളുമായി ടൗണിലേക്ക് പോയിക്കോ. ഞാൻ പുറകെ എത്തിക്കോളാം. ശരിയാണ്. ഏയ് മുരുക, ഇങ്ങോട്ട് അടുക്കട്ടെ. ഇങ്ങോട്ട് പോരട്ടെ. അവിടെ തന്നെ. അശോക, മാധവേട്ടൻ. എന്താ അശോക, ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ? അതെ, കുറെ നാളായി. സമയം കിട്ടാഞ്ഞിട്ടാ മാധവേട്ട. പിന്നെ പണിയൊക്കെ എങ്ങനെ പോകുന്നു അശോക? ഡാമിൽ ഈ പ്രാവശ്യം മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടോ? അതൊക്കെ സമയത്തിന് തന്നെ ഇട്ടു മാധവേട്ട. എന്താണോ പുറകിൽ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ? ഒന്നും പറയണ്ട മാധവേട്ട, ദിവസവും പഞ്ചറൊടിക്കാനേ നേരമുള്ളൂ. ഒന്നാമത്തെ ട്യൂബ് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് അപകടമാ. പിന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് മീൻ പിടിക്കുന്നത് കൊണ്ട് മിക്കവർക്കും വാദത്തിന്റെ പ്രശ്നങ്ങളാ. അല്ല, മാധവേട്ടന് ഈ പ്രശ്നങ്ങളൊന്നുമില്ലേ? എനിക്കെന്ത് പ്രശ്നം? അല്ല ചങ്ങാതി, തനിക്ക് ഈ ടയർ ട്യൂബ് ഒന്നും മാറ്റാറായില്ലേ? മാറ്റാനോ? എന്താ മാധവേട്ട നിങ്ങൾ ഈ പറയുന്നത്? ഇതിലൊക്കെയല്ലേ നമ്മൾ പണ്ട് തൊട്ട് ഡാമിൽ നിന്ന് മീൻ പിടിക്കുന്നത്. അതൊക്കെ ശരി തന്നെ അശോക, അതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എക്കാലത്തും അതുപയോഗിച്ച് ജീവിക്കാമെന്ന കാഴ്ചപ്പാടിലാണ് തെറ്റിയത്. ഈ പഴഞ്ചൻ രീതികളൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഫൈബർ വള്ളങ്ങൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഫൈബർ വള്ളങ്ങളോ? അതേന്നേ, ദേ അങ്ങോട്ട് നോക്കിക്കേ. എന്റെ പണിക്കാർ ഫൈബർ വള്ളങ്ങൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് കണ്ടോ? ശരിയാണല്ലോ. അപ്പൊ മാധവേട്ടൻ ഇപ്പോ കൊട്ടവഞ്ചിയും ടയർ ട്യൂബും ഒന്നും ഉപയോഗിക്കുന്നില്ലേ? താൻ ഇങ്ങോട്ട് വന്നേ, ഞാനെല്ലാം കാണിച്ചു തരാം. അല്ല മാധവേട്ട, അപ്പൊ ഈ ഫൈബർ വള്ളങ്ങൾക്ക് വില കൂടുതലായിരിക്കില്ലേ? താൻ ഇങ്ങോട്ട് വന്നേ, ഞാനെല്ലാം വിശദമായി പറഞ്ഞുതരാം. ഈ വള്ളം കണ്ടു, ഇതിന് ഏകദേശം ഒരു 15,000 രൂപ വില വരും. പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ 15 അല്ല, ചിലപ്പോൾ 20,000 രൂപയായാലും താൻ കൊടുക്കും. ഇത് നന്നായി സൂക്ഷിച്ചാൽ മിനിമം ഒരു 20 വർഷം ഒരു കേടുപാടുമില്ലാതെ ഉപയോഗിക്കാം. പിന്നെ കാറ്റത്തും മഴയത്തും മറിയുമെന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഇത് നന്നായി വൃത്തിയാക്കാനും 2 പേർക്ക് ആയാസമില്ലാതെ എടുത്തുകൊണ്ടു പോകാനും സാധിക്കും. നീ പറഞ്ഞതുപോലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കാലിന് വാദം വരുന്ന പ്രശ്നവുമില്ല. സംഗതി കൊള്ളാമല്ലോ. അപ്പോ ഈ ഫൈബർ വള്ളം ഉപയോഗിക്കുമ്പോ നമ്മുടെ പഴയ വല തന്നെ ഉപയോഗിച്ചാൽ മതിയോ? അതല്ലേ പുതിയ വിശേഷം. നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ വലകളുടെ സ്ഥാനത്ത് ചില മാറ്റങ്ങൾ വരുത്തി പുതിയ വലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ വല. നമ്മുടെ പഴയ വല കിടക്കുന്നത് പോലെ ഒഴുക്കിനനുസരിച്ച് പരന്നല്ല ഇത് കിടക്കുന്നത്. ഇതിലുള്ള ഫ്ലോട്ടിന്റെ പ്രത്യേകത കൊണ്ട് വെള്ളത്തിന്റെ ഏതാണ്ട് അടുത്തട്ട് വരെ വളവില്ലാതെ ഒരു മതിൽ പോലെ ഇത് കിടക്കും. പിന്നെ ഇതിന്റെ കണ്ണി വലിപ്പം കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം വലിയ മീനുകൾ ഇതിൽ ലഭിക്കുന്നു. വേറൊരു ഗുണമുള്ളത് പ്രയോജനമില്ലാത്തതും വില കുറവുമായ തീരെ ചെറിയ മീനുകൾ ഇതിൽ ഉടക്കില്ല എന്നതാണ്. അത് പിന്നെ വലുതായാലല്ലേ നമുക്ക് ഗുണമുള്ളൂ. സംഗതി കൊള്ളാമല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഈ പുത്തൻ വള്ളം വലയം വെച്ചാണോ മീൻ പിടിക്കുന്നത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 പേർക്ക് നിഷ്പ്രയാസം ഈ വള്ളം കൈകാര്യം ചെയ്യുമെന്ന്. ഇത് കൊള്ളാമല്ലോ മാധവേട്ട. അതുകൊണ്ടെന്താ ഇപ്പോ മുൻപത്തെക്കാളും കൂടുതൽ മീൻ കിട്ടുക മാത്രമല്ല, കൂടുതലുള്ള മീനിനെ മറ്റു പല രസികൻ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുന്നുമുണ്ട്. മാധവേട്ട, നിങ്ങൾ കുറച്ചു നാളുകൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിരിക്കുന്നത്? അത് മാത്രമല്ല അശോക, പിന്നെ വേറെയും വിശേഷങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പിടിക്കുന്ന മീനുകൾ കൊണ്ട് ഇവിടെ അടുത്തുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ത്രീകൾ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വാ, തനിക്ക് അവരെ കൂടി കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ സ്ഥലം. ഇവിടുത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്ത്രീകൾ നമ്മുടെ ഡാമിൽ നിന്ന് പിടിച്ച മീനുകളെ CIFT കൊടുത്ത പുതിയ ഉപകരണങ്ങളുടെ സഹായത്താൽ കഴുകി വൃത്തിയാക്കി അത് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുള്ളുകൾ കളഞ്ഞ് മാംസം മാത്രമാക്കി തയ്യാറാക്കി വയ്ക്കുന്നു. എന്നിട്ട് കട്ട്ലേറ്റ്, സമൂസ,
തുടങ്ങിയ പലഹാരങ്ങൾ ഉണ്ടാക്കാനായി വേണ്ടുന്ന മസാലകളും മറ്റ് ചേരുവകളും നേരത്തെ തയ്യാറാക്കി വെച്ച മാംസത്തോടൊപ്പം യോജിപ്പിച്ച് വളരെ രുചികരമായ ഫിഷ് സമൂസ, ഫിഷ് റോൾ, ഫിഷ് കട്ട്ലറ്റ് തുടങ്ങിയവ ഉണ്ടാക്കുന്നു. മത്സ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ രുചികരമായ പലഹാരങ്ങൾ ഫിഷ് മെയ്ഡ് എന്ന പേരിൽ നല്ല ഭംഗിയുള്ള പാക്കറ്റുകളിലാക്കി ഈ സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ പല വിപണികളിലും എത്തിക്കുന്നു. ശരിക്കും പറഞ്ഞ മാധവേട്ട, ഈ പരിസരത്തെ കുറെ സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗമായി മാറിയിരിക്കുകയാണല്ലേ ഈ പദ്ധതി കൊണ്ട്. അതെ അതെ. ഇനി തനിക്ക് ഇപ്പോ കണ്ട ഫിഷ് മെയ്ഡ് എന്ന പേരിലുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിപണിയിൽ വിറ്റഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. അല്ല, ഇപ്പൊ നമ്മുടെ ഷോപ്പ് ഇരിക്കണം പറയുന്നത് ടൗണിൽ നല്ല തിരക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മാജിക് ഷോപ്പ്. സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടെ വിപണനം ചെയ്യുന്ന നമ്മുടെ മത്സ്യ വിഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ശരി. വർഗീസേ, എങ്ങനെയുണ്ടോ കച്ചവടം ഒക്കെ? നല്ല രീതിയിൽ പോണു. അല്ല മാധവേട്ട, ഇന്നത്തെ സ്റ്റോക്കൊന്നും എത്തിയിട്ടില്ലല്ലോ ഇതുവരെ. റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ, ഇപ്പോൾ തന്നെ എത്തുമെന്നേ. അല്ല മാധവേട്ട, ആരാ ഈ പുതിയ സുഹൃത്ത്? ഇത് പുതിയ സുഹൃത്തൊന്നുമല്ല, എന്റെ പഴയ ഒരു സുഹൃത്താണ് അശോകൻ. എന്നെ പോലെ തന്നെ ഡാമിൽ മീൻ പിടിച്ചു കഴിയുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടൗണിൽ തന്നെ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അവിടെ സപ്ലൈ ചെയ്യാനായിട്ട് അശോകനാകുമല്ലോ. ഞാൻ അതിനു പറ്റിയ ഒരാളെ അന്വേഷിച്ചിരിക്കുന്നു. പിന്നെ അശോകൻ അതിന് തയ്യാറല്ലേ? ഈ മായം കലർന്ന ഫാസ്റ്റ് ഫുഡുകൾക്ക് പകരം 100% സുരക്ഷിതമായ നമ്മുടെ മത്സ്യം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോ. ചേട്ടാ, ഒരു ഫിഷ് റോള്. എത്രയേട്ടാ? 15. ദേ കണ്ടില്ലേ മാധവേട്ട, നമ്മൾ കുറച്ച് പ്രൊഫഷണലിസം കൂടി ഇവിടെ കാണിക്കുകയാണെങ്കിൽ മത്സ്യം കൊണ്ടുള്ള നല്ല ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വർഗീസേ, പുതിയൊരു ഫിഷ് മാജിക് ഷോപ്പ് കൂടി തുടങ്ങാൻ പോവുകയല്ലേ? നല്ല കാര്യം. അശോക, നീ റെഡിയല്ലേ? നീ നാളെ തന്നെ സ്വിഫ്റ്റിൽ ചെന്ന് ഈ പ്രോജക്ടിന്റെ ഭാഗമായി വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്യും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ഫിഷ് കട്ട്ലറ്റും ചായയും കഴിച്ചാലോ? പിന്നെന്താ, കഴിക്കാലോ. മാധവേട്ടന്റെ മത്സ്യം കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റ് അല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഓരോന്ന് കഴിച്ചു നോക്കിയാലോ? ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ? നമ്മളൊന്ന് താല്പര്യം എടുത്താൽ മതി, ബാക്കിയൊക്കെ താനേ വരുമെന്നേ. ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. നിങ്ങൾക്കൊരു ലോട്ടറി മേടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ലോട്ടറി അടിച്ചതൊന്നും അല്ലടോ. താൻ ഇവിടെ ഇരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി സർക്കാർ ചില സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് കൊച്ചിയിലുള്ള സ്വിഫ്റ്റ്. അവിടുത്തെ ഗവേഷകർ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. അപ്പൊ മാധവേട്ടൻ ഇതെല്ലാം അവിടെ നിന്നാണോ വാങ്ങിയത്? വാങ്ങിയതൊന്നുമല്ല, കുറഞ്ഞ ചെലവിൽ എനിക്ക് ലഭിച്ചതാണ്. കുറഞ്ഞ ചെലവെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ലോൺ സർക്കാരിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ടാണ് ഈ ഫൈബർ വെള്ളവും പുതിയ വലയും വാങ്ങിയത്. പിന്നെ സാങ്കേതിക സഹായങ്ങൾ സ്വിഫ്റ്റിൽ നിന്ന് ഈ പ്രോജക്ടിന്റെ ഭാഗമായി ലഭിക്കും. അല്ലാതെ ലോട്ടറി അടിച്ചതൊന്നും അല്ലടോ. അപ്പൊ മുൻപ് വേണ്ട പുതിയ വലയും CFTയിൽ നിന്ന് ലഭിച്ചതാണോ? പിന്നല്ലാതെ. കാലം മാറുമ്പോൾ അത്യാവശ്യം മാറ്റങ്ങളും നമ്മളും വരുത്തണ്ടേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇന്നത്തെ വേഗത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? അതിനായിട്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴി മത്സ്യത്തൊഴിലാളികളുടെ വളർച്ചയ്ക്കായി നൂതനമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ശരിയാ മാധവേട്ട, എല്ലാവർക്കും ഇപ്പോ മീൻ പിടിച്ച് വെട്ടി കഴുകി കറി വെക്കാനുള്ള സമയമൊന്നുമില്ല. എന്തും റെഡിമെയ്ഡായിട്ട് കിട്ടുമോ? അത് മതി. അവിടെയാണ് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ടത്. നല്ല ഗുണവും മായം ചേർക്കാത്തതുമായ മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ടും നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കാനാവും. അതിനുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കും. പിന്നെ എന്തിനാണ് ഈ കുറുക്കു വഴിയിൽ പിന്തുടരുന്നത്?
ശരിയാ മാധവേട്ട നിങ്ങൾ പറഞ്ഞത്. പലപ്പോഴായി ചെറിയ ചെറിയ ചിലവുകൾ തികച്ചും പാഴാണ്. വളരെക്കാലം ഈട് നിൽക്കുന്ന ഫൈബർ വള്ളങ്ങളും വലിയ മത്സ്യം മാത്രം ലഭിക്കുന്ന വലകളും ഉപയോഗിച്ചാൽ എന്തുമാത്രം ലാഭമായിരിക്കും. ആ, വെറും ലാഭം മാത്രമല്ല, കുറെ പാവപ്പെട്ട സ്ത്രീകൾക്ക് നല്ല വരുമാനവുമായിരിക്കും. മാധവേട്ട, ഈ സൗകര്യങ്ങളൊക്കെ ഞാൻ പണിയെടുക്കുന്ന ഡാമിലും എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് അവരുടെ ഭാര്യമാർക്കും പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ ഒരു പദ്ധതി തുടങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാധവേട്ടൻ ഒന്നുവന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഹാ, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ അതിനു മുൻപ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് സ്വിഫ്റ്റിൽ നടന്നുവരുന്ന ചില സമുദ്ര മത്സ്യങ്ങൾക്കും ശുദ്ധജല മത്സ്യങ്ങൾക്കുമായുള്ള മൂല്യശൃംഖലാ പദ്ധതി എന്ന പ്രോജക്ടിന്റെ ഭാഗമായാണ് നടന്നുവരുന്നത്. അതുകൊണ്ട് അവിടത്തെ ചില ഗവേഷകർ തന്നെ അശോകന് പറഞ്ഞു തരുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ CFT ഒന്ന് പോയാലോ? അതിനെന്താ, നമുക്ക് ഇന്ന് തന്നെ പോയി കളയാം സ്വിഫ്റ്റിലേക്ക്.